റീസെൻ്റ് ആയിട്ട് കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് എൻ്റെ ഹെയർ സ്റ്റൈല് ചേരുന്നില്ല എന്നുള്ളത്. മുമ്പത്തെ ഹെയർ സ്റ്റൈലായിരുന്നു നല്ലതെന്നുള്ളത്. ഹെയർ സ്റ്റൈലിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, വേറെ കുറച്ച് കാര്യങ്ങളിലും എനിക്ക് കുറച്ച് മാറ്റം ഉണ്ടായിട്ടുണ്ടായിരുന്നു റീസെൻ്റ് ആയിട്ട്. എന്തൊക്കെയാണ് എനിക്ക് കിട്ടിയ പണികളെന്നുള്ളതും, അതായത് ഗ്രൂമിങ്ങിലും അതുപോലെ തന്നെ സ്കിൻ കെയറിലും എന്തൊക്കെയാണ് എനിക്ക് കിട്ടിയ പണികളെന്നുള്ളതും എന്താണ് എനിക്ക് സംഭവിച്ചതെന്നുള്ളതുമാണ് ഇന്നത്തെ വീഡിയോ. വെൽക്കം ബാക്ക് ടു വീണാസ് ഇന്നർ സ്റ്റൈൽ. ഞാൻ വീണ, പ്രൊഫഷണൽ വൈസ് ഞാനൊരു സർട്ടിഫൈഡ് ഇമേജ് കൺസൾട്ടൻറ്റ് ആൻഡ് പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇമേജ് മേക്കേഴ്സോ സ്റ്റൈലിംഗ് സർവീസസോ സ്കിൻ കെയർ കൺസൾട്ടേഷൻസോ വേണമെന്നുണ്ടെങ്കിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ പഠിക്കേണ്ട. ഞാൻ എൻ്റെ ഇൻസ്റ്റാ ഐഡിയും അതോടൊപ്പം തന്നെ എൻ്റെ മെയിൽ ഐഡിയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. റീസെൻ്റ് ആയിട്ട്, അതായത് കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ട് ഞാൻ പേഴ്സണലി ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. സ്ട്രഗിൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു എന്നല്ല ഞാൻ പറയുന്നത്. എനിക്ക് മെൻ്റലി ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഈവൻ നമ്മൾ വീഡിയോസ് ചെയ്യുന്ന സമയത്താണെങ്കിലും എൻ്റെ ഒരു ഗ്രൂമിങ്ങിൻ്റെ ഒരു സെൽഫ് ടേക്ക് കെയർ അതിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ. പക്ഷേ പ്രൊഫഷണലി ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്യുന്നൊരു സമയമായിരുന്നു. പ്രൊഫഷണലി ഏറ്റവും നന്നായിട്ട് എനിക്ക് തോന്നുന്നു ഹൈലി പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റിയ ഒരു സമയം കൂടിയായിരുന്നു. എനിക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെൻ്റലി പറയുന്ന പോലെ ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയി. എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഞാൻ പല കാര്യങ്ങൾ ആലോചിച്ചു. ഈ പറഞ്ഞ പോലെ വൈറ്റമിൻ എന്തെങ്കിലും ഡിഫിഷ്യൻസി ആയിരിക്കും എന്നുള്ള കാര്യം ഉൾപ്പെടെ പല കാര്യങ്ങൾ ചെക്ക് ചെയ്തു. ആൻഡ് ദെൻ അവസാനം ഞാൻ എൻ്റെ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയി, അത് കഴിഞ്ഞിട്ട് തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയി. അപ്പോൾ ആ സമയത്താണ് ശരിക്കും ഞാൻ ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത് എനിക്ക് CPTSD ഉണ്ടെന്നുള്ളത്. CPTSD എന്ന് പറയുമ്പോൾ കോംപ്ലെക്സ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയും. അതായത് ലൈഫിൽ ഒന്നിലധികം തവണ പല ട്രോമകളെല്ലാം കൂടി വന്നിട്ട് അങ്ങനെ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷനാണ്. ആ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ലൈഫിൽ കുറച്ച് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അത് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് ഉള്ള ആൾക്കാർക്ക് അത് ഭയങ്കര പാടാണ്. ഈവൻ നമ്മളുടെ മെൻ്റലി മാത്രമല്ല, നമ്മളുടെ ബോഡി കൂടി അങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ ഉള്ളൊരു സിറ്റുവേഷനിലൂടെ ആയിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് തീരെ സന്തോഷം ഉണ്ടായിരുന്നില്ല. എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അതാണ് എൻ്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആക്ച്വലി ഞാനത് ഡയഗ്നോസ് ചെയ്തതിന് ശേഷം ഇപ്പോഴും സ്റ്റിൽ ഞാൻ തെറാപ്പി എടുക്കുന്നുണ്ട്. കുറച്ചും കൂടി അതിൻ്റെ കാര്യങ്ങൾ ഒന്നും കൂടി ഡിഫൈൻഡ് ആയിട്ട് കാര്യങ്ങൾ ശരിയാക്കാനുണ്ട്. അത് ഞാൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഞാൻ മെഡിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. പക്ഷേ മെഡിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ മുമ്പ് മെഡിസിൻസ് കഴിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ വീണ്ടും മെഡിസിൻസ് റീസ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ദെൻ വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാര്യമായിട്ട് എനിക്ക് എടുത്ത് പറയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്താണ് കൃത്യമായിട്ടുള്ളൊരു സിറ്റുവേഷൻ എന്നുള്ള നിലയ്ക്ക്. പക്ഷെ എൻ്റെ വർക്കിൻ്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹൈലി പെർഫോമേറ്റീവ് ആയിരുന്നു. ആൻഡ് ഞാൻ പറഞ്ഞതുപോലെ വർക്കിൻ്റെ കാര്യത്തിൽ ഹൈലി പെർഫോമേറ്റീവ് ആയിരുന്നു എന്ന് പറയുമ്പോൾ ഈ ഒരു സമയത്ത് തന്നെയാണ് ഞാൻ വർക്ക് ചെയ്ത മൂവി റിലീസായത്. വേറെ ഒരുപാട് സ്റ്റൈലിംഗ് വർക്ക്സ് വന്നുകൊണ്ടിരുന്നത്, ഒരുപാട് ക്ലയൻസിനെ ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം ഇതിനകത്താണ് ഉണ്ടായിരുന്നത്. ആൻഡ് എനിക്ക് തീരെ സമയം ഉണ്ടായിരുന്നില്ല. ആൻഡ് ഓൾസോ ഞാൻ മുമ്പ് ആക്ച്വലി താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നിരുന്നു ഒരു ടൈമിൽ, ബിക്കോസ് ഈ മൂവി റിലീസ് ചെയ്യുന്നതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊക്കെ. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പെട്ടെന്ന് തന്നെ എനിക്ക് പറഞ്ഞ പോലെ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി എനിക്ക് ഞാൻ കുറച്ച് മോട്ടിവേറ്റഡ് ആവണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ പേഴ്സണൽ ഗ്രൂമിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്, ഞാൻ എന്നെ ഈ പറഞ്ഞ പോലെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഹെയർ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഹെയർ കളർ ചെയ്യുക, അതല്ലെങ്കിൽ ഐബ്രോസിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, നെയിൽ എന്തെങ്കിലും ചെയ്യുക, അങ്ങനെയൊക്കെയാണ്. ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. എനിക്ക് കുറച്ച് ലോങ് ഹെയർ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഹെയർ കട്ട് ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ആൻഡ് രാജേഷിനോട് ചോദിച്ചപ്പോൾ രാജേഷിനും ആക്ച്വലി എനിക്ക് ഷോർട്ട് ഹെയർ ഉള്ളതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ അങ്ങനെ തീരുമാനിച്ചിട്ട് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി പോയി. പക്ഷെ ഞാൻ യൂഷ്വലി പോകുന്ന പാർലേഴ്സിലേക്കൊന്നും എനിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം ഉണ്ടായിരുന്നില്ല. എനിക്ക് യൂഷ്വലി ഒരു ഹെയർ സ്റ്റൈലിസ്റ്റ് ഉണ്ട്. എൻ്റെ ഗോ ടു സ്റ്റൈലിസ്റ്റായിട്ട് ഞാൻ എപ്പോഴും കാണുന്നത് സെൻട്രൽ സ്ക്വയർ മോളിലുള്ള മിറർ മാജിക്കിലുള്ള വിഷ്ണുവിൻ്റെ അടുത്താണ്. പക്ഷേ എനിക്ക് ചില സിറ്റുവേഷൻസ് കാരണം എനിക്ക് ആ സമയത്ത് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഞാൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്തുള്ള, അതും കുറച്ച് കുഴപ്പമില്ലാത്തൊരു സലൂണാണ്, അവിടെയാണ് പോയത് ഹെയർ കട്ടിന് പോകാൻ നേരം ഞാൻ ആകപ്പാടെ പറഞ്ഞൊരു കാര്യം, ബിക്കോസ് എനിക്ക് അത്യാവശ്യം ലെങ്ത് ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് കണ്ണു മടച്ച് പറയാൻ പറ്റും, എനിക്ക് ലെങ്ത് മാത്രം കുറച്ചാൽ മതി, ഒരു ബോബ് ഹെയർ കട്ട് പോലെ ചെയ്താൽ മതി, എനിക്ക് ഷോൾഡർ ലെങ്ത് മതി. ഇതെനിക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ വേറൊന്നും എനിക്ക് ചെയ്യേണ്ടി വരുന്നുണ്ടായിരുന്നില്ല, ബിക്കോസ് ഫേസ് ഫ്രെയിമിംഗ് ലേയേഴ്സ് ഓൾറെഡി എനിക്കുണ്ടായിരുന്നു. ഞാൻ അവിടെ പോയി, ഞാൻ അവരോടത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ കണ്ണു മടച്ച് അവിടെ ഇരുന്നു. ദെൻ എനിക്ക് മനസ്സിലായി അവർ ബാക്കിൽ ഹെയർ കട്ട് ചെയ്യാൻ നേരം കുറച്ച് മുകളിലേക്ക് കയറ്റുന്നുണ്ടെന്ന്. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞൊരു കാര്യം, എൻ്റെ ഫേസിനെക്കാളും താഴെ നിൽക്കണം എൻ്റെ ഹെയർ എന്ന് പറഞ്ഞു. ആൻഡ് ദെൻ
ആ സമയത്ത് ആക്ച്വലി നമ്മൾ ഈ ഹെയർ ഫേസിലേക്കൊന്നും അല്ലെങ്കിൽ ബോഡിയിലേക്ക് ഡ്രസ്സിലേക്കൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം നമ്മളിങ്ങനെ ബാക്കിൽ ഇങ്ങനെ കെട്ടി വെക്കുമല്ലോ. അപ്പോൾ അത് കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ പുറത്തുനിന്നാണ് അവർ ഹെയർ കട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അവർ ബാക്കിൽ ഹെയർ കട്ട് ചെയ്തു. സൈഡിലേക്ക് വന്നപ്പോൾ സൈഡിലും ജസ്റ്റ് ഹെയർ കട്ട് ചെയ്തു. അതും കൂടെ കട്ട് ചെയ്തതിന് ശേഷമാണ് ഞാനത് കാണുന്നത്. എൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ ഒറ്റയ്ക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആരെങ്കിലും ജഡ്ജ് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ തന്നെ വേണം. അപ്പോൾ എനിക്ക് ബാക്കിൽ കാണാൻ പറ്റാത്തതുകൊണ്ട് തന്നെ സൈഡിൽ ചെയ്തപ്പോഴാണ് ഞാൻ ആദ്യം കാണുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഞാൻ ഇങ്ങനെ ഹെയറിൽ എക്സ്പെരിമെൻ്റ് നടത്തുന്ന ഒരാളാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, അങ്ങനെയെങ്കിൽ അങ്ങനെ ഹെയർ കുറച്ച് ഷോർട്ട് ആക്കുന്നുണ്ടെങ്കിൽ ആക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ വിട്ടു. ആൻഡ് ദെൻ അവർ നന്നായിട്ട് ഹെയർ ഷോർട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. ഷോർട്ട് ആക്കിയത് മാത്രമല്ല, എ ലൈൻ ബോബാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓൾസോ എ ലൈൻ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഡ്രമാറ്റിക്കൽ എ ലൈൻ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അസിമെട്രിക്കൽ ബോബ് ചെയ്യാൻ, ലൈറ്റായിട്ടുള്ള അസിമെട്രിക്കൽ ബോബ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ അവരെന്നോട് ഇങ്ങോട്ട് ചോദിച്ചു ചെറിയ രീതിയിൽ ടെക്സ്ചർ ആഡ് ചെയ്യട്ടേന്ന്. ടെക്സ്ചർ ആഡ് ചെയ്യട്ടേന്ന് ചോദിച്ചപ്പം അത് ഞാൻ നല്ല കാര്യമായിട്ടാണ് എടുത്തത്. ബിക്കോസ് ടെക്സ്ചർ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ വിചാരിച്ചത് ചെറിയൊരു ലെയർ പോലത്തെ ഒരു ഫീൽ കൊണ്ടുവരും, കുറച്ചൊരു ബൗൺസിനെസ് കൊണ്ടുവരും എന്നാണ്. എനിക്ക് ഈ പറഞ്ഞ പോലെ ഇൻവേർഡായിട്ട് ഫ്ലാറ്റായിട്ട് തൊപ്പി വെച്ചതുപോലെ ഹെയർ ഇരിക്കുന്നത് ഇഷ്ടമല്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ടെക്സ്ചർ എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ അവർ ചെയ്ത ടെക്സ്ചർ എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഹെയറിൻ്റെ എഡ്ജസ് ഉണ്ടല്ലോ, അവിടെ മാത്രം ജസ്റ്റ് ഇങ്ങനെ ഒരു സിഗ്സാക്ക് പോലത്തെ ഒരു സാധനം മാത്രമാണ് അവർ ചെയ്തു വെച്ചത്. അല്ലാതെ കാര്യമായിട്ടുള്ള ഒരു ടെക്സ്ചർ ഒന്നും അവർ ചെയ്തില്ല. ആൻഡ് അങ്ങനെ ചെയ്തു. ഞാൻ തിരിച്ചു വന്നിട്ട് എനിക്ക് അതുമായിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ വാട്ട് എവർ, എങ്ങനെയെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചു. ആൻഡ് ദെൻ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കി. പക്ഷെ എനിക്ക് ഇത് ഞാനല്ല എന്നുള്ളത് തോന്നുക. അപ്പം എനിക്കിങ്ങനെ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് അപ്പം തന്നെ പോയിട്ട് വീണ്ടും അത് കറക്റ്റ് ചെയ്യണം. അപ്പോൾ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് വീണ്ടും പോയിട്ട് ഇപ്പോൾ വിഷ്ണുവിൻ്റെ അടുത്ത് പോയിട്ട് കറക്റ്റ് ചെയ്യാനെന്നുള്ള ടൈമില്ല. അപ്പം ഞാൻ വേഗം പെട്ടെന്ന് ഇവിടെ തന്നെ പോയി. ഇവിടെ തന്നെ പോകുമ്പോൾ എനിക്ക് വേറൊരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു. എന്താണെങ്കിലും ചിലപ്പം അവർ ഹെയർ കൊളമാക്കാനുള്ള സാധ്യതയുണ്ട്. കൊളമാക്കുകയാണെങ്കിൽ ആക്കട്ടെ, അപ്പോൾ ഒരു പുതിയ ലുക്കാക്കാം. ഇതാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ബാക്കിൽ ആക്ച്വലി അതൊന്ന് കറക്റ്റ് ചെയ്ത് കിട്ടണം, ഈ ഒരു ടെക്സ്ചർ എന്നുള്ളതൊന്ന് മാറ്റി കിട്ടണം. ആൻഡ് ഓൾസോ ബാക്കിൽ ബൗൺസിനെസ് വേണം. അപ്പോൾ അത് ഈ കറക്റ്റ് അസിമെട്രിക്കൽ പോലെ ഇരിക്കണം എന്ന് പറഞ്ഞു. ഇൻവേർഡായിട്ട് തൊപ്പി വെച്ചതുപോലെ ഇരിക്കാൻ പാടില്ല. അപ്പോൾ അതൊരു പുതിയ ഹെയർ സ്റ്റൈലിസ്റ്റ് ആയിരുന്നു. ആ പുതിയ ഹെയർ സ്റ്റൈലിസ്റ്റ് അതിൻ്റെ അകത്ത് വെട്ടിയിട്ട് പുള്ളിക്ക് എത്ര ഞാൻ പറഞ്ഞിട്ടും പുള്ളിക്ക് മനസ്സിലായില്ല. അവരുടെ ഐഡിയയിൽ വേറെന്തോ ആയിരുന്നു ഉണ്ടായിരുന്നത്. അവർ അങ്ങനെ കട്ട് ചെയ്തു. ആൻഡ് ദെൻ എനിക്ക് ഏറ്റവും ആദ്യം, അതായത് ആ സലൂണിൽ തന്നെയായിരുന്നു മുമ്പ് പോയത്. ആ സലൂണിൽ തന്നെ ഏറ്റവും ആദ്യം കട്ട് ചെയ്ത ആൾ വന്നു. അയാളും കൂടി വന്നിട്ട് രണ്ടുപേരും കൂടെ ചേർന്നിട്ട് കട്ട് ചെയ്തു. ഹെയർ കട്ട് ചെയ്തു. ലാസ്റ്റ് നന്നായിട്ട് ലെങ്ത്ത് കുറഞ്ഞു. ലെങ്ത്ത് കുറഞ്ഞത് മാത്രമല്ല, ഒരു സൈഡിൽ കയറിയിട്ട് ഒരു സൈഡിൽ കുറച്ച് ഇറങ്ങിയിട്ടും അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ പോയി. പക്ഷെ ഞാൻ വിചാരിച്ചത്ര ഡിസാസ്റ്റർ ആയില്ല. എന്നാൽ എന്താ പറയുക, ഭയങ്കര നന്നായതുമില്ല. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണ്. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു ഓക്കെ ഇതിങ്ങനെ തന്നെ പോട്ടെ, കുഴപ്പമില്ല, ഇനിയിപ്പം കുറച്ച് വളരട്ടെ. പക്ഷേ എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു ഇത് സ്റ്റൈല് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് എനിക്ക് ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് എഫേർട്ട് എടുക്കാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു എഫേർട്ട് എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള മെയിൻ്റനൻസ് കുറവുള്ള ഹെയർ സ്റ്റൈൽസ് ആണ് എനിക്കിഷ്ടം. അപ്പോൾ അങ്ങനെയുള്ള ഹെയർ സ്റ്റൈൽ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഞാൻ വേറൊരു സലൂണിലാണ് പോയത്. വേറൊരു സലൂണിൽ പോയിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇതൊന്ന് ഈവൻ ആക്കി തരണം. ആൻഡ് ഓൾസോ ഇതിനകത്ത് എനിക്ക് ടെക്സ്ചർ വേണം, എനിക്ക് പറഞ്ഞ പോലെ തൊപ്പി വെച്ചതുപോലെ ഇൻവേർഡായിട്ട് ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ ആക്ച്വലി അത് കുറച്ച് കറക്റ്റാക്കി. അങ്ങനെയാണ് ഇപ്പോൾ ഇരിക്കുന്ന സിറ്റുവേഷനിൽ എൻ്റെ ഹെയർ ആക്കി തന്നത്. ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ഒരു ഗ്രാജുവൽ അതിന് വന്നേക്കുന്നൊരു ചേഞ്ച്. അപ്പോൾ ഇപ്പം നിങ്ങളുടെ ഹെയറിൻ്റെ ലെവലിൽ ഇപ്പോൾ കുറച്ച് ഗ്രോത്തും കൂടെ വന്നിട്ടുണ്ട്. മുമ്പ് ഇത്ര ഉണ്ടായിരുന്നില്ല, കുറച്ചും കൂടെ ഷോർട്ടർ ആയിരുന്നു. ഇപ്പോൾ ഉള്ള ഹെയറിൽ ആക്ച്വലി ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ പറയുന്ന പോലെ സ്റ്റൈൽ ചെയ്യുന്ന കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇറ്റ്സ് ഓക്കെ, ഞാനതിൽ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ കംഫർട്ടബിൾ ആണ്. ആൻഡ് ഈ ഹെയറിൻ്റെ ഒരു പ്രശ്നം എന്നെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഞാൻ ഈ പറഞ്ഞോളൂ, ഞാൻ ഇങ്ങനത്തെ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരാളും കൂടി ആയതുകൊണ്ട് എനിക്ക് ഇത്തരം കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഗ്രൂമിങ് സാധനങ്ങളിലൊക്കെ എനിക്ക് എൻ്റെ ഫേസിലേക്ക് നോക്കുന്ന സമയത്ത് ഇത് ഞാനാണോ എന്ന് എനിക്ക് തോന്നും. അത്തരം പ്രശ്നങ്ങളൊക്കെ എനിക്ക് ഉണ്ടാവാറുണ്ട്. അത് ഈവൻ വീഡിയോസ് എടുക്കുന്ന സമയത്ത് എനിക്ക് എന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ വീഡിയോസിലൊന്നും ഞാൻ അങ്ങനെയല്ല. അതായത് ബിക്കോസ് എനിക്ക് പറയാനുള്ള കാര്യങ്ങളിലകത്ത് എനിക്ക് ക്ലാരിറ്റി ഉണ്ട്, ഞാൻ ചെയ്യുന്ന വർക്കിൽ എനിക്ക് ക്ലാരിറ്റി ഉണ്ട്. അത്തരം കാര്യങ്ങളുള്ളത് കൊണ്ട് ഇത് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കാര്യമായിട്ട് നോക്കിയിട്ട് ഞാൻ വിടും. ഓക്കെ, അതാണ് എനിക്ക് ആദ്യം കിട്ടിയ പണി. അപ്പോൾ ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി ഇപ്പം എങ്ങനെയുള്ള ഏത് ഹെയർ സ്റ്റൈലിസ്റ്റ് ആയിക്കോട്ടെ കണ്ണുമടച്ച് നമ്മൾ അവരുടെ ജഡ്ജ്മെൻറ്റിന് വിട്ടുകൊടുക്കാൻ പാടില്ല എന്നുള്ളത്. ഇതെനിക്ക് മുമ്പ് അറിയുന്ന കാര്യമാണ്, പക്ഷെ അതൊന്നും കൂടി എനിക്കൊരു പാഠമായി. ദെൻ നെക്സ്റ്റ് എന്നുള്ള കാര്യം,
നെക്സ്റ്റ് എൻ്റെ അടുത്ത് ഒരുപാട് പേര് എപ്പോഴും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ ഐബ്രോസിനെ പറ്റി. ഈ അടുത്തിടെയായിട്ടൊക്കെ കുറേ കമൻസ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഐബ്രോ ട്യൂട്ടോറിയൽ ചെയ്യുമെന്നൊക്കെ. എൻ്റെ ഐബ്രോസ് എന്ന് പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഓംബ്രെ ബ്രോസ് ആണ്. ഓംബ്രെ ബ്രോസ് എന്ന് പറയുമ്പോൾ ഐബ്രോ പിഗ്മെന്റഡ് ആണ്, അതായത് പിഗ്മെന്റേഷൻ ചെയ്തേക്കുന്നതാണ്. നമ്മൾ മൈക്രോ ബ്ലേഡിംഗ് പ്ലസ് പിഗ്മെന്റേഷൻ എന്ന് പറയുന്നത് പോലെ അതാണ് ചെയ്തേക്കുന്നത്. ഇത് ഏറ്റവും ആദ്യം ഞാൻ ചെയ്തത് തൃക്കാക്കരയുള്ള ഒരു സ്കിൻ ക്ലിനിക്കിൽ നിന്നാണ്. അപ്പോൾ സ്കിൻ ക്ലിനിക്കിൽ ഒരു ഡോക്ടറാണ് ആദ്യം എനിക്ക് ചെയ്തു തന്നത്. ഡോക്ടർ ചെയ്തപ്പോൾ അതിൽ ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ വീഡിയോസൊക്കെ ഏറ്റവും ആദ്യം ചെയ്ത് തുടങ്ങിയ സമയത്ത് ഞാൻ ഇരുന്നത് അവർ ചെയ്തതാണ്, അവർ ചെയ്ത ഐബ്രോസിലാണ്. ആൻഡ് ഐബ്രോസ് നിങ്ങൾക്ക് കാണുമ്പോൾ വലിയ പ്രശ്നമൊന്നും തോന്നില്ലായിരിക്കും, പക്ഷേ ആ ഐബ്രോസ് അങ്ങനെ ആക്കിയെടുക്കാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവരെങ്ങനെയായിരുന്നു ആദ്യം എനിക്ക് ചെയ്തു തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതത്ര പെർഫെക്റ്റ് ആയിട്ടായിരുന്നില്ല, ഇംപെർഫെക്റ്റ് ആയിട്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്യാൻ അറിയാവുന്ന ഒരാളാണ്, വളരെ നീറ്റായിട്ട് ഞാൻ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് അതിനേക്കാളും ബെറ്റർ ആയിട്ട് വേണമായിരുന്നു എൻ്റെ ഐബ്രോസ് ഇരിക്കാൻ. പക്ഷെ അവർ അങ്ങനെയല്ല ചെയ്തു തന്നെ. ഞാൻ എൻ്റെ ഐബ്രോസ് ഫില്ല് ചെയ്തുകൊണ്ട് പോയിട്ട് അതിൻ്റെ പുറത്തു കൂടിയാണ് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. എന്നിട്ടും അവർ നീറ്റായിട്ടല്ല ചെയ്തു തന്നത്. അതൊരു ഡോക്ടറാണ്, ഡോക്ടർ നന്നായിട്ടാണ് അത്തരമുള്ള കാര്യങ്ങൾ അവർ ശരിക്കും നന്നായിട്ട് നോക്കിയിട്ടാണ് ചെയ്തത്. പക്ഷേ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവരുടെ എസ്തെറ്റിക്സ് മാത്രം കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അതും കൂടി നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ പറയുക. നമ്മളൊരു സ്കിൻ ക്ലിനിക്കിൽ പോയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ, ഗ്രൂമിങ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ എസ്തെറ്റിക്സ് എന്താണെന്നും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം അവിടെ പോയി ചെയ്യാൻ. എനിക്ക് ഐബ്രോസ് അങ്ങനെ ചെയ്തു തന്നതിന് ശേഷം അതൊരു 30 days കഴിഞ്ഞ ഉടനെ ഞാൻ വീണ്ടും അവരുടെ അടുത്ത് പോയിട്ട് ഞാൻ അടി ഉണ്ടാക്കുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു, എനിക്ക് ഞാൻ വിചാരിച്ച രീതിയിൽ അതാക്കി തരണം, അതിലത്തെ പെർഫെക്റ്റ് അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യം, 2 ഐബ്രോസും ഒരിക്കലും ഒരുപോലെ ഇരിക്കില്ല, ഐഡന്റിക്കൽ അല്ല എന്നുള്ളതാണ്. ശരിയാണ്, നാച്ചുറലി 2 ഐബ്രോസും ഒരിക്കലും ഒരാളുടെ ഒരുപോലെ ഇരിക്കില്ല. പക്ഷെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യുകയാണല്ലോ. ആർട്ടിഫിഷ്യലായിട്ട് എന്തിനാണ് ചെയ്യുന്നത്? 2 ഒരുപോലെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ എനിക്ക് അതാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് അത്ര അത് ഇഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷെ അവരെന്തൊക്കെയോ ചെയ്ത് തന്നു വിട്ടു. ആൻഡ് അവിടെ അവരുടെ പേയ്മെന്റ് എന്ന് പറയുന്നത് 15,000 ആണ്. അതായത് ഒരു സെഷൻ, ഒരു സിറ്റിങ്ങിന് തന്നെ അവർ 15,000 വാങ്ങും. സെക്കൻഡ് ഒരു സിറ്റിംഗ് വരുമ്പോൾ എക്സ്ട്രാ വാങ്ങേണ്ടതാണ്. പക്ഷെ എൻ്റെ അടുത്ത് നിന്ന് അങ്ങനെയൊന്നും വാങ്ങിയില്ല. ആൻഡ് ദെൻ ഞാൻ അതിന് ശേഷമാണ് ഞാൻ എറണാകുളത്ത് തന്നെയുള്ള മെഡിക്കൽ ട്രസ്റ്റിൻ്റെ അടുത്തുള്ള കളർ ഓൺ ടാറ്റൂവിൽ അവിടെ പോയത്. അവിടെ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ആക്ച്വലി അവിടുത്തെ ടാറ്റു ആർട്ടിസ്റ്റ്. അവിടെ പുള്ളി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എൻ്റെ ഐബ്രോസ് ചെയ്തു തന്നു. ആൻഡ് ഇതിൻ്റെ പകുതി പൈസയിൽ, അതായത് അവിടുത്തെ ഒരു റേറ്റ്, അതായത് കളർ ഓൺ ടാറ്റൂവിലെ ഒരു റേറ്റ് എന്ന് പറയുന്നത് ഒരു സിറ്റിങ്ങിന് 7,000, രണ്ടാമത്തെ സിറ്റിങ്ങിന് പോകുമ്പോൾ ഒരു 3,000, ഇത്രയാണ്. പക്ഷേ ഇപ്പോൾ ഇരിക്കുന്ന എൻ്റെ ഐബ്രോസിൻ്റെ ഷേപ്പും അതിൻ്റെ ഒരു ഡെഫിനിഷനും അവർ ചെയ്തു തന്നാണ്. അതും അവരുടെ ഒറ്റ സിറ്റിംഗ് മാത്രമേ ഞാൻ ഇരുന്നിട്ടുള്ളൂ. സെക്കൻഡ് സിറ്റിങ്ങിന് ഞാൻ പോയിട്ടില്ല. ബിക്കോസ് കുറച്ചും കൂടിയൊക്കെ ഫെയ്ഡായി കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ്. ആൻഡ് ഇതാണ് ഞാൻ പറയുന്നത് എനിക്ക് രണ്ടാമതായിട്ട് കിട്ടിയൊരു പണി. ഇനി മൂന്നാമതായിട്ട് എനിക്ക് കിട്ടിയ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ ഞാൻ സപ്ലിമെൻറ്റ്സ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കുന്ന ഒരാളാണ്. ഗ്ലൂട്ടാത്തിയോൺ സപ്ലിമെൻറ്റ്സ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. വിറ്റമിൻ സി ഞാൻ കഴിക്കുന്ന ഒരാളാണ്. ബിക്കോസ് ഞാൻ പല കാര്യം കൊണ്ടും, എൻ്റെ വർക്കിൻ്റെ പ്രഷർ കൊണ്ടും പല കാര്യം കൊണ്ടും സമയത്തിന് ചിലപ്പം എല്ലാം കറക്റ്റായിട്ട് ഫുഡ് കഴിക്കാൻ ഒന്നും പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സപ്ലിമെൻറ്റ്സിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആൻറ്റി ഏജിങ്ങിന് വേണ്ടിയിട്ടും, ആൻറ്റി ഏജിങ് എന്ന് പറയുമ്പോൾ സ്കിന്നിൻ്റെ ആൻറ്റി ഏജിങ് മാത്രമല്ല, നമ്മളുടെ ഒരു ബ്രെയിനിൻ്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടും മെൻ്റലി ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടും നമ്മളുടെ ഒരു എനർജി ലെവൽ നന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് വർക്ക് ചെയ്യാനുള്ള പെർഫോമൻസ് കറക്റ്റായിട്ട് അതിലുള്ള എനർജി കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് ഞാനൊരു സപ്ലിമെന്റ് എടുക്കാൻ തുടങ്ങി. അതായത് NMN സപ്ലിമെന്റ് എന്ന് പറയും. അത് നമ്മൾ ഇപ്പൊ പറയുന്ന ന്യൂ ജനറേഷൻ ആയിട്ടുള്ള ഒരു സപ്ലിമെന്റ് ആണ്. മൊത്തത്തിൽ നമ്മളുടെ എന്താ പറയുക, നമ്മൾ ഭയങ്കര യങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ സെൽസ് ഉൾപ്പെടെ അത് ഭയങ്കര യങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും ബോഡിക്ക് എനർജി കിട്ടാൻ വേണ്ടിയിട്ടും സ്കിന്ന് ഭയങ്കര ബെറ്റർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഉള്ള ഒരു സപ്ലിമെന്റ് ആണത്. ആൻഡ് ഈ സപ്ലിമെന്റിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഉണ്ടാകുന്ന റിസൾട്ടാണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1 month ഒക്കെ കഴിക്കുകയാണെങ്കിൽ ശരിക്കും സ്കിന്നിന് ഭയങ്കര ബെനിഫിഷ്യൽ ആണത്. സ്കിന്നിന് മാത്രമല്ല, മൊത്തത്തിൽ. അങ്ങനെ ഞാൻ ഈ ഒരു സപ്ലിമെന്റ് എടുക്കാൻ വേണ്ടി തുടങ്ങി. തുടങ്ങിയത് ഇപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ ആ സപ്ലിമെന്റ് കഴിച്ചു തുടങ്ങുന്നത് ഞാനൊരു ഉച്ച സമയത്ത് എപ്പോഴുമാണ് ഞാനത് എൻ്റെ ആദ്യത്തെ ടാബ്ലറ്റ് എടുക്കുന്നത്. ഈ ടാബ്ലറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അതായത് ഒരു 35 to 40 minutes കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 1.5 hour കഴിയുമ്പോൾ നമുക്ക് അപ്പം തന്നെ എനർജിയിൽ ഒരു ചേഞ്ച് വരും. നമ്മൾ ഭയങ്കര കുറച്ചും കൂടി എനർജറ്റിക് ആയി മാറും. അങ്ങനെയാണ്. അപ്പം ഞാനത് ഉച്ചയ്ക്ക് എടുത്ത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ആദ്യത്തെ ദിവസം എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. ഞാൻ ഭയങ്കര ഓണായിട്ടൊന്നും ഇരുന്നു.
രണ്ടാമത്തെ ദിവസവും ഞാൻ ഈ സപ്ലിമെൻ്റ് എടുത്തു. രണ്ടാമത്തെ ദിവസവും കൂടി ഞാൻ സപ്ലിമെൻ്റ് എടുത്തപ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഞാൻ കാണിക്കുന്ന ഈ ഒരു സപ്ലിമെൻ്റ് ആണ് കേട്ടോ, മൈ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ലിപ്പോസോമൽ NMN. അതായത് ഇത് ഭയങ്കര ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു NMN ആണ്. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ബൂസ്റ്റ് NAD+, സെല്ലുലാർ എനർജി പ്രൊഡക്ഷൻ, സപ്പോർട്ട്സ് ഹെൽത്തി ഏജിങ്. ഇതാണ് ഇതിൻ്റെ മെയിൻ കാര്യം. അപ്പോൾ ഇത് ഞാൻ കഴിച്ചിട്ട് 2 ദിവസം അടുപ്പിച്ച് കഴിച്ചതോടുകൂടി എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ ഭയങ്കര ഓണായിട്ടിരിക്കുകയാണ്. ഞാൻ മാത്രമല്ല ഇത് കഴിച്ചത്, ഇത് രാജേഷും കഴിച്ചു. രാജേഷ് കഴിച്ചിട്ടും രാജേഷിന് ആക്ച്വലി കണ്ടിന്യൂസ്ലി എനിക്കൊന്ന് 3-4 ഡേയ്സ് ഇങ്ങനെ ഉറങ്ങാതെ ഇരിക്കുകയാണ്. അതായത് അങ്ങനെ ഉറക്കം വരുന്നില്ല. പിന്നെ നമ്മൾ ഭയങ്കര രാവിലെ ആവാറാകുമ്പോഴൊക്കെയാണ് ചെറുതായിട്ടൊന്ന് ഉറങ്ങുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഞാനതങ്ങ് സ്റ്റോപ്പ് ചെയ്തു. എനിക്കത് ഇങ്ങനെ കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ചും കൂടെ ഏർലി മോർണിംഗിൽ വേണമെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കാമെന്ന് വെച്ചിട്ട് ഒരു 10 മണിക്കൊക്കെ വീണ്ടും കഴിച്ചു. 10 മണിക്കൊക്കെ എണീറ്റ് കഴിച്ചു നോക്കി. അതായത് ബിക്കോസ് ഞാൻ ഇത് കാരണം ഞാൻ ലേറ്റ് ആയിട്ടാണ് എണീക്കുന്നത് പോലും. എന്നിട്ട് ഞാൻ രാവിലെ 10 മണിക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. 10 മണിക്ക് കഴിച്ചു. 10 മണിക്ക് കഴിച്ചിട്ടും ഈ പറഞ്ഞ പോലെ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം അടുപ്പിച്ച് കഴിക്കുമ്പോൾ വീണ്ടും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അതിനേക്കാളും മുമ്പ് ഞാൻ 8 മണിക്ക് കഴിച്ചു. 8 മണിക്ക് കഴിക്കുമ്പോഴും 2 ദിവസം അടുപ്പിച്ച് ഞാൻ കഴിക്കുകയാണെങ്കിൽ 3-ാമത്തെ ദിവസം എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ 2-ാമത്തെ ദിവസം നൈറ്റ് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ, ഇതിങ്ങനെയല്ല കഴിക്കേണ്ടത്. ഇത് കഴിക്കുന്ന പല ആൾക്കാർക്കും ഈ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇപ്പോൾ സപ്പോസ് കഴിക്കുകയാണെങ്കിൽ തന്നെ ഒരു ദിവസം ഒന്നിടവിട്ട് കഴിക്കുക, അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ കഴിക്കുക, അങ്ങനെയൊക്കെയാണ് കഴിക്കേണ്ടത്. പക്ഷേ എനിക്ക് ഇത്രയും ഒന്നും പരീക്ഷിക്കാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടും എൻ്റെ മൊത്തത്തിലുള്ള ഒരു മൂഡ് ഭയങ്കര പ്രശ്നത്തിലായതുകൊണ്ടും ഞാൻ ഈ ഒരു സപ്ലിമെൻറ്റ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ചില സമയത്ത് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യുന്ന രീതിയിൽ വർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ ഞാൻ ഈ സപ്ലിമെൻറ്റ് എടുക്കും. എന്നല്ലാതെ ഞാൻ ഈ സപ്ലിമെൻറ്റ് നോർമലി കഴിക്കുന്നത് നിർത്തി. ഇതാണ് എനിക്ക് കിട്ടിയ 3-ാമത്തെ പണി. ഇനി 4-ാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളോടൊക്കെ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് നെയില് ഭയങ്കര ഗ്രൂംഡായിട്ട് വെക്കണം എന്നുള്ളത്. ഞാനത് നെയില് ഗ്രൂംഡായിട്ട് വെക്കുന്ന ഒരാളാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഫിംഗേഴ്സൊക്കെ കുറച്ച് ഈ പറഞ്ഞ സ്കിന്നി ആയതുകൊണ്ട് തന്നെ ഞാൻ ഫിംഗർ റിങ്സ് ഒന്നും അല്ല ഇടുക. ഞാൻ നെയില് ഗ്രൂംഡാക്കി വെക്കാനാണ് കൂടുതലായിട്ടും ശ്രദ്ധിക്കുക. പക്ഷേ എൻ്റെ കുറച്ച് നാൾ മുമ്പത്തെ വീഡിയോ, മേ ബി ഒരു 1 മന്തിന് മുമ്പത്തെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു നോക്കുകയാണെങ്കിൽ മനസ്സിലാവും എൻ്റെ നെയില് ഭയങ്കര ചിപ്പ് ഓഫ് ആയി ഇരിക്കുന്നുണ്ട്. എൻ്റെ നെയിൽ പോളിഷ് അവിടെയായിട്ട് മാത്രം ഇരിക്കുന്നുണ്ട്. നെയിൽ പോളിഷ് അണീവൻ ആയിട്ടിരിക്കുന്നുണ്ട്. അങ്ങനത്തെ പല പല പ്രശ്നങ്ങൾ കാണാൻ പറ്റും. അതും ഈ പറയുന്ന പോലെ ഞാൻ ഈ ഒരു പുതിയ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് സമയം ഉണ്ടായില്ല. സാധാരണ ഞാൻ പോയി ചെയ്തുകൊണ്ടിരുന്നത് ഫിംഗർ ടിപ്സിലാണ്. ഞാൻ പനമ്പള്ളി നഗരമുള്ള ഫിംഗർ ടിപ്സിലോ അവിടെയാണ് ഞാൻ മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ കാക്കനാടുള്ള ഫിംഗർ ടിപ്സിലാണ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ പുതിയ സ്ഥലത്തേക്ക് മാറിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്താണ് പോയിട്ട് ഞാൻ നെയിൽ ചെയ്തത്. അതിനെനിക്കധികം സമയമില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് പോയി ചെയ്തതാണ്. ബിക്കോസ് എനിക്ക് നന്നായിട്ട് ഗ്രൂംഡായിട്ട് ഇരിക്കുകയും വേണം, എന്നാൽ എന്നെ ടേക്ക് കെയർ ചെയ്യാനുള്ള ഒരു ടൈമും എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ പെട്ടെന്ന് പോയി ചെയ്തു. അപ്പോൾ ചെയ്തപ്പോൾ ഏറ്റവും ആദ്യം ചെയ്യുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇവർ ചെയ്യുന്നതിനകത്ത് എന്തോ ഒരു പ്രശ്നമുണ്ട്. ഭയങ്കര തിന്നായിട്ടാണ് അവർ നെയിൽ പോളിഷ് ഇടുന്നത്. ആൻഡ് ഓൾസോ അവരുടെ ടോപ്പ് കോട്ട് അത്ര സീൽഡ് ആയിട്ടല്ല. നമ്മൾ കമ്പാരിറ്റീവ്ലി അവിടെ കുറച്ച് വിലക്കുറവായിരുന്നു. അതായത് അതിൻ്റെ ഒരു പ്രൈസിങ് വെച്ച് നോക്കുമ്പോൾ കുറച്ചൊരു റേറ്റ് കുറവായിരിക്കും. നോർമലി ഞാനൊരു 1000 റുപ്പീസ് കൊടുത്തിട്ടാണ് ഈ നെയിൽസ് ചെയ്യാറുള്ളത്. അവിടെ അതിനേക്കാൾ ഒരു 600 ഒക്കെ അവിടെ കഴിഞ്ഞു. പക്ഷെ എൻ്റെ നെയിൽ ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ തന്നെ അത് ചിപ്പ് ഓഫ് ആവാൻ തുടങ്ങി എന്നുള്ളത് മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ ഈ ഫിംഗർ ടിപ്സിൽ നിന്ന് ഞാൻ ഈ നെയിൽ ചെയ്യുമ്പോൾ എൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ നെയിൽ എനിക്ക് അടുത്ത ഒരു മാസത്തേക്ക് എനിക്കിതിന് ഗ്രൂം ചെയ്യേണ്ട ആവശ്യം വരരുത്. അതാണ് എൻ്റെ മെയിൻ കൺസേൺ. ബിക്കോസ് അത് പൊട്ടിപ്പോകാൻ പാടില്ല, അതിൻ്റെ ഷേപ്പ് നഷ്ടപ്പെടാൻ പാടില്ല, അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഫിംഗർ ടിപ്സിൽ നിന്ന് അത് എപ്പോഴും ചെയ്യുന്ന സമയത്ത് നെയിലിനൊരു പ്രൊട്ടക്ഷൻ പോലെയാണ് എപ്പോഴും ആ കോട്ടിങ് ഇരിക്കാറുള്ളത്. ആൻഡ് അത് എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെയും പോയിട്ട് അത് ചെയ്തത്. പക്ഷെ ഇവിടെ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ നെയിൽ ചിപ്പ് ഓഫ് ആയെന്ന് മാത്രമല്ല നെയിൽ മൊത്തത്തിൽ പൊട്ടിപ്പോകാൻ തുടങ്ങി. അപ്പം ഞാനൊരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അവരെ വിളിച്ചു, അവരുടെ അടുത്ത് കംപ്ലൈൻറ്റ് പറഞ്ഞു. ആദ്യം ഞാൻ പറയേണ്ടെന്ന് വിചാരിച്ചു. കംപ്ലൈൻറ്റ് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവിടെ വരാൻ പറഞ്ഞു, അവരത് റെക്ടിഫൈ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനവിടെ പോയി അവർ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും അവരത് റിമൂവ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു. എൻ്റെ നെയിൽ ബെഡ് അവർ ആക്ച്വലി ഡാമേജ് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ അത്യാവശ്യം ഒരു 3 കോട്ടെങ്കിലും വേണം. ബിക്കോസ് അവിടുത്തെ അവർ അത്രയും ഭയങ്കര തിന്നായിട്ടാണ് ഇടുന്നത്. അപ്പം 3 കോട്ടെങ്കിലും വേണം, എങ്കിലും മാത്രമേ ഇത് ലോങ് ലാസ്റ്റ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. ആൻഡ് ദെൻ അവർ പറഞ്ഞു അപ്പോൾ നെയിൽ ഇപ്പോൾ ആരും ഈ ഒരു ബൾക്കി നെയിൽസ് ആരും ചൂസ് ചെയ്യില്ല,
അത് ഭയങ്കര ഓൾഡ് ഫാഷനാണ്, ആരും അത് ചൂസ് ചെയ്യില്ല, ഏറ്റവും നല്ലത് നെയിലിന് ഭയങ്കര തിന്നായിട്ട് ഇടുന്നതാണ്, ഞങ്ങൾ ഒരിക്കലും അത് പ്രിഫർ ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ഈ പറഞ്ഞതുപോലെ ഞാൻ വിചാരിച്ചു ഓക്കെ, അവരാണല്ലോ നെയിലിൻ്റെ കാര്യത്തിൽ എക്സ്പേർട്ട്, ശരി അവർ പറയുന്നത് തൽക്കാലം എടുക്കാം എന്ന് വിചാരിച്ചു. അവർ പറയുന്നതിന് വിട്ടുകൊടുത്തു. ആൻഡ് അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ അവരങ്ങനെ തന്നെ വിട്ടു. എൻ്റെത് വീണ്ടും ഒരു 10 days കഴിഞ്ഞപ്പോഴേക്കും ഇത് ചിപ്പ് ഓഫ് ആവാൻ തുടങ്ങി, നെയിൽ പൊട്ടിപ്പോവാൻ തുടങ്ങി, നെയിൽ ബെഡ് ഭയങ്കര പ്രശ്നത്തിലുമായി. അപ്പോൾ ഞാൻ അവരെ വീണ്ടും വിളിച്ചിട്ട് ഞാൻ അവരുടെ അടുത്ത് നിങ്ങൾ ചെയ്തതിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെയാണ് എന്ന് അവരോട് പറഞ്ഞു. എനിക്ക് അത് കഴിഞ്ഞിട്ട് എൻ്റെ നെയിലിൻ്റെ ഈ പറഞ്ഞ പോലെ അതൊന്ന് റിമൂവ് ചെയ്ത് ക്ലീൻ ആയിട്ട് വെക്കാൻ പോലും എനിക്ക് പേടിയായിരുന്നു. ബിക്കോസ് എൻ്റെ നെയിൽ ബെഡ് വീണ്ടും ഡാമേജ് ആവും എന്ന് എനിക്കറിയാം. ആൻഡ് ഓൾസോ ഭയങ്കര പെയിൻഫുൾ ആവുമെന്നും എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനത് ചെയ്യാഞ്ഞത്. ആൻഡ് ഞാനത് കംപ്ലീറ്റ് ആയിട്ട് നെയിലിൽ നിന്ന് പോകുന്നത് വരെ അത് അങ്ങനെ തന്നെ വെച്ചു. അത് കംപ്ലീറ്റ് ആയിട്ട് പോയതിന് ശേഷം ഞാൻ ഫിംഗർ ടിപ്സിൽ പോയി ഞാൻ നെയിൽ ചെയ്തു. ആൻഡ് ഫിംഗർ ടിപ്സിൽ പോയി ഞാൻ നെയിൽ ചെയ്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 1 month ആയി. അതായത് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള നെയിൽസ് 1 month പഴക്കമുള്ള നെയിൽസാണ്. പക്ഷേ 1 month ആയിട്ടും അതിൻ്റെ ഫിനിഷിങ്ങിലൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല. നെയിൽ ചിപ്പ് ഓഫ് ആയിട്ടില്ല. നെയിൽ ഭയങ്കര എന്താ പറയുക, അത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മളൊരു കോട്ടിങ് ചെയ്തതുപോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോഴാണ് എനിക്ക് വീണ്ടും ഓക്കെ ഫിംഗർ ടിപ്സിലാണ് പോകേണ്ടത് എന്നൊരു തോന്നൽ വരുന്നത്. ഞാൻ ഈ പറഞ്ഞ ഈ 3 അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ഥലങ്ങളൊന്നും തന്നെ ആക്ച്വലി ഇത് എന്താ പറയുക ഒരു പ്രൊമോഷൻ വീഡിയോ പോലെ ഒന്നും അല്ല പറയുന്നത്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ചില സ്ഥലത്ത് പോവും, അവരെ ട്രസ്റ്റ് ചെയ്യും, അങ്ങനെ ട്രസ്റ്റ് ചെയ്തിട്ട് വിട്ടു കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള പണികളാണ് ഇതൊന്നും. എന്താ പറയുക, ഇതൊക്കെ ആക്ച്വലി ഞാൻ ഇത്തരം കാര്യങ്ങളിലൂടെ പോയിട്ടാണ് ഞാൻ പല കാര്യങ്ങളും മനസ്സിലാക്കാറുള്ളത്. ആൻഡ് അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഈവൻ എൻ്റെ ക്ലയൻസിൻ്റെ അടുത്ത് പോലും സംസാരിക്കാറുള്ളത്. അപ്പോൾ ഇത്തരം ഈ കുറേ പ്രശ്നങ്ങളെല്ലാം സത്യത്തിൽ ആസ് ആൻ ഇമേജ് കൺസൾട്ടൻറ്റ് ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ എന്നെ പേഴ്സണലി ബാധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, എൻ്റെ കോൺഫിഡൻസിനെ ബാധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് തോന്നാറുണ്ടായിരുന്നു എൻ്റെ കോൺഫിഡൻസിനെ ഇത് ഇങ്ങനെ ബാധിക്കുന്നുണ്ടെങ്കിൽ. ഇപ്പം നോർമലി എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാർ എന്നോട് പറയാറുണ്ട് എനിക്കൊരു ഫോട്ടോ എടുക്കാൻ പോലും ഭയങ്കര പ്രശ്നമാണ്, ഞാനൊരു ഫോട്ടോ എടുക്കാറില്ല എന്ന്. അത് കേൾക്കുമ്പോൾ എനിക്ക് ഈ ഒരു കാര്യം കൂടി എനിക്ക് ഉണ്ടായപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. ഓക്കെ, ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഒരാളുടെ ലൈഫിൽ എന്നുള്ള കാര്യത്തിൽ. സോ ഈ പറഞ്ഞതുപോലെ എനിക്ക് എൻ്റെ ഇൻറ്റ്യൂഷൻസിൽ കുറച്ചും കൂടി ഇപ്പോൾ വിശ്വാസം വന്നു ഇതൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം എൻ്റെ ഈ ഒരു എന്താ പറയുക, നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെ ഒരു ഹാർഡ് ഫേസ് ആയിരുന്നു എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഓൾമോസ്റ്റ് എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റി, വളരെ ഈസി ആയിട്ട് തന്നെയാണ് ഞാൻ അതിനെ ഡീൽ ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് കുറച്ച് പേഴ്സണലി ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ളത് ഒഴിച്ചാൽ ഞാൻ ഈ പറഞ്ഞ ഈ ഹെയറിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഐ ആം ലവിങ് മൈ ഹെയർ, അങ്ങനെയാണ് എനിക്കുള്ളത്. അതേപോലെ തന്നെ എൻ്റെ കുറച്ച് ചേഞ്ചസ് മേക്കപ്പിലൊക്കെ ചെറിയ ചേഞ്ചസ് വരുത്താൻ അല്ലെങ്കിൽ കുറച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ എന്നെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ എന്നെ അത് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കാണെങ്കിലും എന്തെങ്കിലും എപ്പോഴെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ ആ മിസ്റ്റേക്കോട് കൂടിയിട്ട് നമ്മളുടെ ലൈഫ് മൊത്തത്തിൽ തീർന്നു എന്നല്ല, അത് ചിലപ്പോൾ ഒരു സ്റ്റെപ്പായിട്ട് എടുത്തിട്ട് നമുക്ക് അടുത്ത കുറേ കാര്യങ്ങളിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റിയേക്കും. അതുകൊണ്ടും കൂടിയാണ് എനിക്ക് കിട്ടിയ ഈ പണികളെക്കുറിച്ചൊക്കെ നിങ്ങളുടെ അടുത്ത് വന്ന് പറയണം എന്ന് തോന്നിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ, ലവ് യു.